വിശുദ്ധ മർക്കോസ് വിശേഷം അധ്യായം 8. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും ബെത്സയിദയിലെത്തി. കുറേ പേർ ഒരു അന്ധനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. യേശു അന്ധനായ മനുഷ്യനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യനെ കാണുന്നുണ്ട്. അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും ഞാൻ കാണുന്നു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു സ്പർശനത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ ബൈബിളിൽ ഒത്തിരി ഇടങ്ങളിൽ യേശു തൻ്റെ കൃപയുടെ കരനീട്ടി തൊട്ടു സുഖപ്പെടുത്തുന്നതായി നാം കാണുന്നുണ്ട്. യേശു സുഖപ്പെടുത്തുന്ന രീതികളെല്ലാം ആ കാലഘട്ടത്തിൽ മറ്റാരും ചെയ്യാത്ത പ്രത്യേകമായ സൗഖ്യത്തിൻ്റെ ബലങ്ങളായിരുന്നു. രോഗവും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും ദുരിതവുമെല്ലാം ദൈവത്തിൻ്റെ ശാപമായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ രോഗികളെയും അവർ ശപിക്കപ്പെട്ടവരായി കാണുകയും അവരെ സമൂഹമധ്യയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിലാണ് ഇവിടെ ബെത്സയിദയിൽ ജനങ്ങൾ തന്നെ യേശുവിൻ്റെ അരികിലേക്ക് അന്ധനായ മനുഷ്യനെ കൊണ്ടുവന്ന് പറയുന്നു, അങ്ങ് ഇവനെ സ്പർശിക്കണമേ. യേശു ചെയ്യുന്ന പ്രവൃത്തി നോക്കൂ. സമൂഹമധ്യയിൽ നിന്ന് അവനെ മാറ്റി നിർത്തി അവൻ്റെ കണ്ണുകളിൽ സ്പർശിച്ച് യേശു അവനോട് കണ്ണു തുറന്നു നോക്കുവാൻ ബലം നൽകുകയാണ്. ഒരർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് മുറിപ്പെടുത്താതെ സുഖപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ കൃപയാണ് നാം ഈ സുവിശേഷം ധ്യാനിക്കുക. ആ അന്ധനായ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. യേശു ആദ്യം സ്പർശിച്ച് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അവൻ പറയുന്നു, ഞാൻ മരങ്ങളെപ്പോലെ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നതായും കാണുന്നു. യേശു വീണ്ടും അവനെ സ്പർശിച്ചു. അപ്പോൾ അവനെല്ലാം വ്യക്തമായി കണ്ടു. ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന നന്മയുടെ പാഠം കൂടിയാണിത്. നാം മനുഷ്യരെ മനുഷ്യരായി കാണണം. അതിന് നമുക്ക് ക്രിസ്തു സ്പർശനം വീണ്ടും ആവശ്യമാണ്. അവൻ്റെ കൃപയുടെ സ്പർശനം വീണ്ടും ലഭിക്കുമ്പോഴാണ് നാം കുറച്ചുകൂടി നന്മ നിറഞ്ഞ നല്ല മനുഷ്യരായി തീരുക. യേശുവിൻ്റെ സ്നേഹസ്പർശനം സ്വീകരിക്കുമ്പോൾ നമുക്ക് വലിയ സൗഖ്യത്തിൻ്റെ ബലവും കൃപയും അനുഭവിക്കാൻ സാധ്യമാകും. നാം ഈ ഭൂമിയിൽ നന്മ ചെയ്യുമ്പോൾ അത് അവൻ്റെ വ്യക്തിത്വത്തെ മുറിവേൽപ്പിച്ച് നൽകരുത് എന്ന പാഠവും ഇന്നത്തെ സുവിശേഷം നൽകുന്നു. ഇന്ന് സമൂഹത്തിൽ ആരെങ്കിലും എന്തെങ്കിലും നന്മ പ്രവർത്തിച്ചാൽ അതെല്ലാവരെയും അറിയിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൊട്ടിഘോഷിച്ച് നാം ആ നന്മ ചെയ്യുമ്പോൾ സത്യത്തിൽ ആ നന്മ സ്വീകരിക്കുന്ന വ്യക്തി നമ്മുടെ മുമ്പിൽ ചെറുതായി പോവുകയാണ്. അവൻ സ്വയം വിനീതനായി പോകുന്നു. സമൂഹമധ്യേ മറ്റുള്ളവരെക്കാൾ ചെറിയവനാണ് താനെന്ന ബോധ്യം അവനിൽ ഉളവാകുന്നു. എന്നാൽ നീയും വിലപ്പെട്ടവനാണ്, നീയും ഈ സമൂഹത്തിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, നിന്റെ സാന്നിധ്യത്തിന് ഇടപെടലിന് ബലമുണ്ട്, അത് ദൈവഹിതമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. അവൻ്റെ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് യേശു അവന് സൗഖ്യം നൽകി ആശ്വാസം നൽകി പറഞ്ഞയക്കുന്നു. ഭിന്നശേഷിക്കാരായ ഒത്തിരി വ്യക്തികളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. അവർ ഭിന്നശേഷി ആയിപ്പോയത് ആരുടെയും കുറ്റം കൊണ്ടോ കുറവ് കൊണ്ടോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അങ്ങനെയെങ്കിൽ ആ സഹോദരങ്ങളെ, ആ മക്കളെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് വേണ്ടത് ഇരുകൈ അറിയാതെ സഹായിക്കുവാൻ, അവരെ സംരക്ഷിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടി ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. ബലക്കുറഞ്ഞു പോയ ഓരോ വ്യക്തിയെയും ബലപ്പെടുത്തുവാനും ചേർത്ത് നിർത്താനും അവരെ സമൂഹത്തിൻ്റെ ഭാഗമായി അണച്ചു പിടിക്കുവാനും ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. സമൂഹമധ്യേ മാറ്റി നിർത്തി അവന് സൗഖ്യം നൽകി എന്ന് പറയുമ്പോൾ അവൻ്റെ വ്യക്തിത്വത്തെ ആദരിച്ചുകൊണ്ട് വേണം നാം അവരിന് നന്മയും അവരിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന ഓർപ്പെടുത്തലാണ്. ഈ വിശുദ്ധ ദിനം നമുക്ക് നൽകുന്ന ആത്മീയ കൃപ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, മനുഷ്യരെ മനുഷ്യരായി കാണാൻ, കാഴ്ച പൂർണ്ണമായി തെളിഞ്ഞു കിട്ടാൻ അങ്ങ് കരുണ തോന്നി എന്നെ വീണ്ടും സ്പർശിക്കണമേ. കർത്താവിൻ്റെ
വീണ്ടും സ്പർശനത്തിനായി ഈ വിശുദ്ധ ദിനം നമുക്ക് കൃപാപരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.